ഹായ് ഗൈസ്. വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോരോ ചിന്തകളില്ല. ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പം അല്ല, എപ്പോഴും ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ 2024 തീരാറായി, 2025 ആവാറായി. ഓക്കെ, ഡിസംബറായി. ഇത് ഡിസംബർ 11 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2025 ആവാറായി, ജനുവരി എത്തി. അപ്പം നമ്മളെപ്പോഴും ഒരു 2025 ആവുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു പുതിയ ഡിസിഷൻ ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക, എന്താ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇതൊന്നും ചെയ്യാനില്ല എന്നുവെച്ചാൽ മടിയാണ് മെയിൻ റീസൺ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, 2025 ആയില്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി, ഓക്കെ ഞാൻ കുറേ കാലമായി മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണം, ആ ഒരു സംഭവമൊക്കെ. ഞാൻ വെച്ചു ഇറ്റ്സ് ടൈം ടു ഡു ദാറ്റ്. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്കെല്ലാം പോസിറ്റീവായി തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. 2025 ജനുവരി തൊട്ട് ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, ക്രിസ്മസിൻ്റെ തൊട്ടൊരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തുടങ്ങാമെന്നുള്ളൊരു ഡിസിഷൻ. അപ്പോൾ ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇത് സക്സസ് ആയാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഒരു ഡിസിഷൻ എടുത്തൊരു ടൈമാണിത്. അപ്പം ഞാനത് കണ്ടിന്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ്ഫുള്ളി 2025 സ്റ്റാർട്ട് ചെയ്തു. 2025 ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കോൺഫിഡൻ്റ് ആണ് എന്നൊരു സംഭവം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ വീഡിയോസ്. ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഐ ഹാവ് സം പ്ലാൻസ്. നടക്കുമായിരിക്കും. ബി പോസിറ്റീവ്. 2025 എന്തെങ്കിലും ചേഞ്ചസ് ലൈഫിൽ സംഭവിക്കുമായിരിക്കും. ഓക്കെ, then see you tomorrow. Bye bye.